നിർമ്മാണ മേഖലയിൽ കൂലിത്തർക്കം, പെരിന്തൽമണ്ണയിൽ കരാറുകാരുടെ ബോർഡ്. നിർമ്മാണ മേഖലയിൽ കൂലി സംബന്ധിച്ച് തർക്കങ്ങൾ പെരിന്തൽമണ്ണയിൽ രൂക്ഷമാകുന്നു. അന്തർ സംസ്ഥാന തൊഴിലാളികൾ ഏകപക്ഷീയമായി കൂലി വർദ്ധിപ്പിച്ചതോടെയാണ് കരാറുകാർ പ്രതിസന്ധിയിലായത്. 800-900 രൂപ വാങ്ങിയിരുന്ന സ്ഥാനത്ത് നിലവിൽ 1200 മുതൽ 1400 രൂപ വരെയാണ് തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. പെരിന്തൽമണ്ണയിൽ മാത്രം 3000-ലധികം അതിഥി തൊഴിലാളികളാണുള്ളത്. ഇടനിലക്കാരെ ഒഴിവാക്കി തൊഴിലാളികൾ തന്നെ നേരിട്ട് കൂലി നിശ്ചയിക്കുന്ന പ്രവണതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. കാലവർഷത്തിനു മുമ്പ് ജോലികൾ തീർക്കാനുള്ള തിരക്കായതിനാൽ അധിക കൂലി നൽകി തൊഴിലാളികളെ എത്തിക്കാൻ കരാറുകാർ നിർബന്ധിതരാകുന്നു. എന്നാൽ ഈ വേതന വർധനവ് കരാർ ജോലികളെ അസാധ്യമാക്കുന്നുവെന്ന് കരാറുകാർ ചൂണ്ടിക്കാട്ടുന്നു. അധിക കൂലി നൽകിയാൽ നിർമ്മാണ ചെലവ് കുത്തനെ ഉയരും. ഇത് തദ്ദേശീയരായ തൊഴിലാളികളുടെ കൂലിയെയും ബാധിക്കും. യാത്രാക്കൂലിയും ഭക്ഷണച്ചെലവും കൂടി ചേരുമ്പോൾ നിർമ്മാണ ജോലികൾ ലാഭകരമല്ലാത്ത അവസ്ഥയിലാണ് കരാറുകാർ. ഈ സാഹചര്യത്തിലാണ് പെരിന്തൽമണ്ണയിൽ കരാറുകാർ കൂട്ടായ്മയോടെ ബോർഡ് സ്ഥാപിച്ചത്. കൽപ്പണിക്കാരന് 1100 രൂപയും ഹെൽപ്പർക്ക് 950 രൂപയും പരമാവധി കൂലിയായി നിശ്ചയിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇതിൽ കൂടുതൽ കൂലി നൽകിയാൽ നിർമ്മാണ നിരക്കുകൾ വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നും ബോർഡിൽ വ്യക്തമാക്കുന്നു. മറ്റ് പല സ്ഥലങ്ങളിലും തദ്ദേശ സ്ഥാപനങ്ങളും പോലീസും ലേബർ വകുപ്പും ചേർന്ന് കൂലി സംബന്ധിച്ച് കൃത്യമായ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. സമാനമായ ഇടപെടൽ പെരിന്തൽമണ്ണയിലും ഉണ്ടാകണമെന്നാണ് കരാറുകാരുടെ ആവശ്യം. അല്ലാത്തപക്ഷം നിർമ്മാണ മേഖല സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുമെന്ന് ഇവർ മുന്നറിയിപ്പ് നൽകുന്നു. ഈ വിഷയത്തിൽ കരാറുകാർ ആവശ്യപ്പെടുന്നതുപോലെ തൊഴിൽ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ന്യൂസ് ഡെസ്ക്, വളാഞ്ചേരി ഓൺലൈൻ.